ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റിയൽ ബോയ്സ് വ്ലോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് വാരിയിൽ കറി വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തീ എത്തിക്കാം. അപ്പോൾ നമ്മളിനി ചട്ടി അടുപ്പത്ത് വെക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളിയൊക്കെ ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതപ്പം പെട്ടെന്ന് റെഡിയാവും. ഉള്ളി വഴണ്ട് വരുവേ. ഇളക്കി കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്ന് റെഡിയായി വരും. ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ റെഡി ആവത്തില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞ ശേഷം വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് റെഡിയാക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. ചവച്ചതാണേ. അതൊന്ന് മുരിഞ്ഞ് വരുന്നതിനനുസരിച്ച് ഇളക്കി. ഇനി നമുക്ക് കുറച്ച് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എല്ല് കട്ടി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില കൊടുക്കും. ഇളക്കി സെറ്റാക്കിടും. ആ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് 3 കിലോ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേണ്ട കുറച്ച് കാശ്മീരി ചില്ലി, അത് അത്യാവശ്യം കളറിന് വേണ്ടിയാണ് ഇടുന്നത്. ഒരു 2.5 സ്പൂണ് കാശ്മീരി ചില്ലി, അതുപോലെ 3 സ്പൂണ് മല്ലിപ്പൊടി, 1.5 സ്പൂണ് സാദാ മുളക് പൊടി, മിക്സായി. അപ്പോൾ ഇനി നമ്മൾ വാരിയിൽ തട്ടാൻ പോവാണ്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മീറ്റ് മസാല ഇങ്ങോട്ട് കൊടുക്കാം. ഇളക്കി അങ്ങോട്ട് ഇനി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല, കുറച്ച്. ലാസ്റ്റ് നമുക്ക് കുറച്ച് മുട്ട കൊടുക്കാം. ഇളക്കി പിടിക്കണം. ഇതിനകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത് വെച്ചാൽ പച്ചവെള്ളത്തിനേക്കാൾ ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസം കിട്ടാൻ വേണ്ടിയാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ചൂടുവെള്ളം ഒഴിച്ച് ഒരു 3/4 മണിക്കൂർ വേവ് വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബീഫിനകത്ത് വെന്ത് റെഡിയായി. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഏതാണ്ട് റെഡിയായിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കപ്പ ഉപയോഗിച്ചതും ടേസ്റ്റ് ചെയ്യാം. എല്ലുകറി സെറ്റായിട്ടുണ്ട്. അതിന് മണ്ട തട്ടും. ഒന്ന് ടേസ്റ്റ് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു തന്നാണോ? ആ കൊള്ളാം. ഇത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂട്, നല്ല സൂപ്പറാ. ഇല്ലാടാ പൂവ് ആളി പോയിട്ടുണ്ട്. ഇതിന് ഭയങ്കര ചൂട്. കൊള്ളാം. കുറേ വരുന്ന കച്ചിയും കൊണ്ട് കുറച്ച് കൊടുത്തു. മഴ 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 പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശം വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഞങ്ങൾ വേഗം വരും.